ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പാണ്. മൂന്നാർ വട്ടവടയാണ് നമ്മൾ ട്രിപ്പ് പോയത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. മോർണിംഗ് വ്യൂ ആണ്. സൂര്യനെ കുതിച്ച് വന്നൊരു വ്യൂ ആയിരുന്നു. അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് മൂന്നാർ ടൗണിലേക്ക് ചെല്ലും. പിന്നെ അങ്ങനെ നമ്മൾ വട്ടവടയ്ക്ക് ചെല്ലും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതെ, രാവിലത്തെ പ്രഭാത കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ തേയിലത്തോട്ടങ്ങളെ നടുക്കേ കൂടെ വട്ടവടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പോയിരുന്ന സമയത്ത് ഏകദേശം ഒരു ജൂൺ ജൂലൈ ആയ ടൈമിലാണ് പോകുന്നത്. ഇപ്പോൾ ഡിസംബർ ആയപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അന്ന് പോയപ്പോൾ ഉള്ള ഒരു സമയത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇതൊക്കെ, മൂന്നാർ ടൗണിൽ തന്നെയുള്ളത്. അപ്പോൾ ചേച്ചിമാരൊക്കെ തേയില കിളുന്ന കണ്ടോ, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഇളം വെയിലും പിന്നെ നല്ല തണുപ്പെന്ന് പറയാൻ പറ്റില്ല, ചെറിയ തണുപ്പൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മൾ വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായ റോഡ്, അപ്പുറം ഇപ്പുറം നിറയെ മലനിരകൾ, കോട, തണുപ്പ്, ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. മൂന്നാർ എപ്പോഴും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേയിലത്തോട്ടങ്ങളാണ് മെയിൻ ഹൈലൈറ്റ് മൂന്നാറിലെന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, കുറേ നമുക്ക് മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടോ കുറേ റൈഡ്, കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി പേർക്ക് അറിയില്ല മൂന്നാറിൽ ഒളിഞ്ഞിരിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ട് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ആരും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അതിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചതല്ല, യാദൃശ്ചികമായി അവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഡാമിൻ്റെ ഫ്രണ്ടിലെ കൂടെയൊക്കെ പോയി നമ്മൾ വട്ടവടയിലായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർക്ക് നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യാത്ര വട്ടവടയിലിട്ട് തിരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വട്ടവടയിലേക്ക് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരണം, ഹിൽ റേഞ്ചിൽ കയറണം, ടോപ്പ് സ്റ്റേഷനിൽ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. പക്ഷേ ടോപ്പ് സ്റ്റേഷനിൽ കയറാൻ പറ്റിയില്ല തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും. പക്ഷെ അതിനേക്കാളും അടിപൊളിയായിട്ടൊരു സ്ഥലത്ത് കയറാൻ പറ്റി കേട്ടോ. അപ്പോൾ ഏതാ നമുക്ക് ലാസ്റ്റ് കാണാമേ. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ളൊരു നമ്മൾ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു ഇതിനെന്താ പറയുക, തടാകമോ പുഴയോ അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷേ ഇത് അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആയിരുന്നേ. ഇവിടെ നമ്മൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നല്ല ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണോ ഇത്, പുഴയാണ്, എന്താ പറയണ്ടേ. അപ്പോൾ വലിയ വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയകളിലൊക്കെ നിറച്ച് വേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവരെ എന്തോ ഭാഗ്യത്തിന് നല്ല രീതിയിൽ അധികം മലിനമാകാതെ പൊല്യൂഷനൊന്നും ഇല്ലാണ്ടൊക്കെ സെറ്റായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെയും നമ്മൾ വട്ടവട യാത്ര ടാർഗറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അറ്റത്ത് കാണുന്നതാണ് വട്ടവട. ചെറിയൊരു ടൗണാണ് ആ കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പാസ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന അങ്ങ് വട്ടവടയിൽ ഉള്ളോട്ട് കയറാണ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വണ്ടി നമ്പറും എത്ര മണിക്കാണ് കയറുന്നത്, എത്ര മണിക്ക് ഇറങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ചെറിയൊരു വനമാണിത്. അപ്പോൾ അവർ ഗാർഡ്സ് നമ്മൾ പറയുന്നുണ്ട് വണ്ടി നിർത്തി പുറത്തോട്ട് ഇറങ്ങരുതെന്ന്. കാരണം മൃഗങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത് അപകടങ്ങൾ കാരണമാകും. അപ്പോൾ അത് കാരണം വണ്ടി ഒരിക്കലും നിർത്തി ഫോട്ടോ എടുക്കാനാണെങ്കിലും എന്തായാലും വണ്ടി ഒരിക്കലും നിർത്തി നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കരുതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. മൂന്നാറിലെ ഭംഗി നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി. ഇപ്പോൾ നമ്മൾ വട്ടവടയിലെത്തി. വട്ടവട ടൗണാണിത്. അപ്പോൾ വട്ടവടയിൽ നമ്മൾ വട്ടവട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് സ്ട്രോബെറി തോട്ടമാണല്ലോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി തോട്ടം ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് മറ്റേ ജീപ്പിൽ ട്രക്കിങ് ഉണ്ട്. അതല്ലാതെ നമുക്ക് നമ്മളുടെ സ്വന്തം വണ്ടിക്ക് വേണം പോകാം. നമ്മളിപ്പോൾ സ്വന്തം വണ്ടിക്ക് തന്നെയാണ് പോയത്. ട്രക്കിങ് നമ്മൾ എടുത്തില്ല, ജീപ്പ് റൈഡ് നമ്മൾ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റോഡ് കുറച്ച് മോശമായത് കാരണം കുണ്ടും കുഴി അതൊക്കെ ഉള്ള കാരണം വണ്ടി ഓടിച്ച് പോകാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ ബോർഡിൽ കണ്ടില്ലേ സൺഫ്ലവർ പിന്നെ സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തോട്ടത്തിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ സ്ട്രോബെറി ഫാം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയേക്കണോ ഓരോ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിച്ചെന്നതാണ്. ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാമേ. അപ്പോൾ ഇതേ ഈ ചേച്ചിയാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മൾ വിളിച്ചിട്ട് വന്നല്ലോ കേട്ടോ. പുള്ളിക്കാരത്തി നമ്മുടെ വണ്ടി അവിടെ നിർത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു തമിഴ് പറയുന്ന സ്ത്രീ ആയിരുന്നു അത്. നമ്മളെ ഇങ്ങോട്ട് വന്ന് വിളിച്ച് നമുക്കിത് തോട്ടമുണ്ട് നമ്മളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയതാണ് അങ്ങോട്ട്. വളരെ സ്വീറ്റായിട്ടാണ് സംസാരിച്ചത്. ഒരു പാവം ചേച്ചിയായിരുന്നു. ഭയങ്കര സ്നേഹത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നു. ഇവിടെ ഈ കൃഷിയാണ് അവിടെ ആ കൃഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പച്ചക്കറി കൃഷികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളത് ഈ സൈഡിലൊക്കെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വെളുത്തുള്ളി കൃഷിയാണെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കാണിച്ചു തരണം. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളിയുടെ ഒരു ഫാം പോലെയൊക്കെ ഉണ്ട്. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കി കിടക്കണമെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അവർ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കാണാനൊക്കെ പറ്റി. ഇപ്പോൾ അവർ കാണിച്ചു തരുന്നത് ഇവിടെ വെളുത്തുള്ളി പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും വെളുത്തുള്ളി പറിച്ച് വെച്ചേക്കണം കണ്ടോ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. അതിൻ്റെ നടുക്ക് കൂടെയുള്ള വഴിക്ക് ഇരുവശങ്ങളായിട്ട് പല രീതിയിലുള്ള കൃഷികൾ അവർ നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പയറാണ്, പിന്നെ ബീൻസ് എന്നല്ലേ പറയുന്നത്, പയറല്ലാതെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ബീൻസ്. അപ്പോൾ അതെല്ലാം അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലെത്തി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വന്നതൊക്കെ വെറുതെ ആയിരുന്നു. കാരണം നമ്മൾ വന്ന സീസൺ മാറിപ്പോയി. കാര്യം നമുക്ക് പെട്ടെന്ന് മൂന്നാർ പോകാനുള്ളൊരു ട്രിപ്പ് മൂത്തപ്പോൾ നമ്മൾ മൂന്നാറിലോട്ട് എടുത്താടിയതാണ്. വട്ടവടയിൽ മൂന്നാർ വരെ വന്നല്ലേ വട്ടവടയിലോട്ട് പോകാമല്ലോ എന്ന് ഇത് വട്ടവടയിൽ പോയതാണ്. പക്ഷേ സ്ട്രോബെറിയുടെ സീസൺ ആയിരുന്നില്ല. അതായിരുന്നു നമുക്ക് സ്ട്രോബെറി കാണാൻ പറ്റിയില്ല. കുറച്ച് സൺഫ്ലവർ ഫാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു 2-3 സൺഫ്ലവേഴ്സാണ് നമ്മൾ കണ്ടതാകെ. ഇതാണ് സ്ട്രോബെറി തോട്ടത്തിൻ്റെ അവസ്ഥ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഴ പെയ്ത് കുറച്ച് നാൾ നല്ല രീതിയിൽ അവിടെ മഴയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കാരണം ഉള്ളതൊക്കെ ചീഞ്ഞ് പോവായിരുന്നു. ഒട്ടും തന്നെ ഇല്ല, ഉള്ളത് ചീഞ്ഞ് പോകാമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത്. കണ്ടോ എത്രയോ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെയാണ് അവിടെ ആകെ നല്ലതെന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരെണ്ണമാണിത്. ഇത് നല്ല അടിപൊളി പെർഫെക്റ്റ് സ്ട്രോബെറി എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കുഴപ്പമില്ല, നമ്മളിവിടെ വരെ കണ്ടതല്ലേ, വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയല്ലോ. ഒരു ചെടിയിൽ ഒരു സ്ട്രോബെറി ഉണ്ടായി കിടക്കണം കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രം. അതെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ കുറച്ച് സ്ട്രോബെറിയൊക്കെ നമ്മളോട് പറിച്ചോളാനൊക്കെ പറയും. അതിലൊന്നും അവർക്ക് കുഴപ്പമില്ല, എത്ര വേണമെങ്കിൽ നിങ്ങൾ പറിച്ചു പോകുക, അതിലൊന്നും അവർക്ക് വിഷയമേ ഇല്ല. അപ്പോൾ കിട്ടിയ 2-3 സ്ട്രോബെറി നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചാണ്. പിന്നെ അവരവിടെ നിന്ന് ഉണ്ടാക്കിയ വൈനാണിത്, സ്ട്രോബെറിയുടെ തന്നെ വൈനാണിത്. പിന്നെ അവർ ജാമും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈൻ നമുക്ക് കുടിക്കാൻ തന്നു. വൈൻ അത്ര സൂപ്പറൊന്നും ആയിരുന്നില്ല. പിന്നെ ജാമും കൂടി തന്നു. 100 രൂപ എങ്ങാണ്ടായിരുന്നു ജാമിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു. എന്നിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ച് പുറപ്പെടുകയാണ്. നമ്മൾക്ക് ഭയങ്കര നിരാശയായിപ്പോയെന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് പൂത്തുല, അത് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മൾ പോയ സീസൺ അതല്ല. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തിനാണ് നമ്മളത്ര കാര്യമായിട്ട് കൊണ്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തോട്ടമാണ്. നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഈ ജാമും വൈനൊക്കെ വാങ്ങിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്ന വഴിക്കാൻ നമുക്ക് സ്ട്രോബെറി കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ഒരാൾ ഇതിന് മുന്നേ ഇങ്ങനൊരു ഫാമുണ്ട്, ടാറ്റയുടെ ഫാമാണിത്, ടാറ്റ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവൾ നേരത്തെ പോയപ്പോൾ ഇവിടെ സ്ട്രോബെറി കുറേ ഉണ്ടായേക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഗൈഡ് ആയിട്ട് നമുക്ക് കുറേ സ്ട്രോബെറി കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് ഇതിന് മുന്നേ വന്നപ്പോൾ വഴി തെറ്റി കയറിയതാണ്, അറിഞ്ഞിട്ട് കയറിയതല്ല, വഴി തെറ്റി കയറിയതാണ്. അപ്പോൾ എന്നാൽ നമുക്ക് കൂടി ഒന്ന് പോവാം, ഇനി അവിടെ എന്തെങ്കിലും സ്ട്രോബെറി ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ്. അപ്പോൾ ഇതാണ് ടാറ്റയുടെ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എൻട്രി പാസ് 100 റുപ്പിയാണ് എൻട്രി പാസ്. അപ്പോൾ അതാണ് എൻട്രി. നമ്മളവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അപ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകൾ ഇതാണ്. എൻ്റെ മോനെ ഇവിടെ വന്നിട്ട് വട്ടവട ചെന്ന് സ്ട്രോബെറി കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള എല്ലാ സങ്കടങ്ങളും മാറിയത് ഈ ടാറ്റ ഫാമിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ, കാരണം ഒത്തിരി പേര് അറിയാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, തേനീച്ച കൃഷി കാര്യങ്ങളൊക്കെയാണ്, തേനീച്ചനുള്ള കൂടുകളാണ് ഇതൊക്കെ.
അപ്പോൾ ഒത്തിരി പേർക്ക് അറിയില്ല ഇപ്പോഴും ഇങ്ങനെ, നമുക്കും അറിയില്ലായിരുന്നു, നമ്മളും വഴിതെറ്റി കയറി വന്നതെന്നൊക്കെ പറയില്ല, അങ്ങനെ തന്നെ വന്നതാണ്. ഇത് അവരുടെ ഫാക്ടറിയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾ മൂന്നാർ ഇനി വരുന്നുണ്ടെങ്കിൽ, അറിയാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മൂന്നാർ ഇനി വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ടാറ്റയുടെ ഈ ഫാം എന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമേ. ഒയ്യോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. വെതറും ക്ലൈമറ്റും പിന്നെ അതിൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് സീനറി ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പറേ ദൂരെ അങ്ങ് ഫുൾ മലനിരകൾ, കോട അങ്ങനെ. പിന്നെ ഇവർ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തേ. അപ്പോൾ നല്ല ഭംഗി, അടിപൊളി. പിന്നെ ഇത് ടീ ട്രീ ആണ്, കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടീ ട്രീ. അപ്പോൾ ഇതുപോലെ ഒത്തിരി എന്താ പറയുക പൂക്കളും ഔഷധ സസ്യങ്ങളും പിന്നെ എന്തുവാ ഫ്രൂട്ട്സും അങ്ങനെ നിരവധി ഐറ്റംസ്, ഒന്നോ രണ്ടോ ഐറ്റംസ് അല്ല, കുറേ ഐറ്റംസ് ഇതുപോലെ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് വെച്ചേക്കുക. അടിപൊളിയാണ് കാണാൻ. ഒരു പ്രാവശ്യം ഇതൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ ഞാൻ കണ്ടതിൽ വെച്ച് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഇത്. അങ്ങനെ ഇവിടെ കുറേ എന്താ പറയുക ടെർമറിക്ക് അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ, കുറേ ഔഷധ സസ്യങ്ങളും ഓർഗാനോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഇത് എല്ലാം ഇന്നതാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പെപ്പർമിൻറ്റ് കണ്ടോ അങ്ങനെ. എന്നിട്ട് ആൾ അവിടെ നമുക്ക് പറിച്ചു തരും. പെപ്പർമിൻറ്റ് ആണെങ്കിലും ഓർഗാനോ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പറിച്ചു തരും. വേണം നമുക്ക് അതിൻ്റെ ചെറിയ തയ്യും തരും. നമുക്ക് വേണമെങ്കിൽ അത് ആളുടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് നട്ട് മുളപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെ തൈ നമ്മൾ ചേട്ടാ അത് പറിച്ച് തരുമെന്ന് ചോദിക്കില്ല, ആൾ ഇങ്ങനെ പറിച്ചത്. ഇത് സ്റ്റീ എന്ന് പറയുന്നത് നമ്മൾ ഷുഗറിന് കഴിക്കണ ഒരു മരുന്നാണ്, ഒരു ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണത്. അത് ഭയങ്കര മധുരമാണ് അതിന്. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ നാക്കിൽ ആ മധുരം ഉണ്ടാവും, ഒരു വിട്ടുപോകില്ല പെട്ടെന്നൊന്ന്. അങ്ങനെ ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. നമ്മളതൊക്കെ കണ്ട് വന്നു. അവസാനം നമ്മൾ സ്ട്രോബെറി നട്ടിട്ടുണ്ടല്ലോ, അവിടെ ചെന്നപ്പോൾ വട്ടവടയിൽ കണ്ടതിനേക്കാളും കഷ്ടം. അത് ആരുടെ തെറ്റല്ല, നമ്മുടെ മാത്രം തെറ്റാണ്. കാരണം നമ്മൾ ചെന്ന സമയം ശരിയല്ല. ആ ചേട്ടൻ എന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വന്ന സമയം ശരിയല്ല, ഇതിന് സീസണല്ല. ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേനാണ് സ്ട്രോബെറിയുടെ സീസൺ ആകുന്നതെന്ന്. അപ്പോൾ പിന്നെ അവരാരെ നമ്മൾ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് ഭാഗ്യമില്ല അത്രയും മനോഹരമായ കാഴ്ച കാണാൻ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഈ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ മാത്രമേ നമുക്ക് ഭാഗ്യമില്ലാതിരുന്നുള്ളൂ. പക്ഷേ ആ ഫാം എന്ന് പറഞ്ഞാൽ അതുപോലെ അടിപൊളി. ഇനി എന്തായാലും ഒന്നില്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി നമുക്ക് എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ ഇപ്പോൾ കാണുന്നതിനേക്കാളും അടിപൊളി. കാരണം സ്ട്രോബെറിയും ബാക്കി ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. കണ്ടു ഇവിടെ അവോക്കാഡോടെയൊക്കെ തൈ വെച്ചിട്ടുണ്ട്. തൈയൊക്കെ വെച്ച് അത് മുളച്ച് അതിൻ്റെ സീസൺ ടൈം ആവുന്നതേ ഉള്ളൂ. ഒത്തിരി ഏക്കറിൽ കണ്ടോ അവോക്കാഡോ, അങ്ങനെ പല ഫിഗ് കുറേ സംഭവങ്ങൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ബ്ലൂബെറി ആണ്. നമ്മൾ കുറച്ച് ബ്ലൂബെറി കാര്യങ്ങൾ അത് നമ്മൾ പറിക്കരുത് അങ്ങനെയൊന്നും അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അവരേ പറിച്ചു തരും, അല്ലെങ്കിൽ നമ്മളോട് പറിച്ചോളൂ എന്ന് പറയും. ഇപ്പോൾ ബ്ലൂബെറി അങ്ങനെ കുറച്ച് ഉണ്ടായി കിടക്കുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ ജനുവരി സീസൺ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ അത് വളർന്നിട്ടുണ്ടാകും, നല്ല വലുതായിട്ടുണ്ടാകും. കണ്ടോ ഇത് ഫിഗ് അത്തിപ്പഴം ഉണ്ടല്ലോ, അത്തിപ്പഴമാണിത്. അങ്ങനെ പിന്നെ ബ്ലൂബെറി ഉണ്ട്. പിന്നെ ഒരു സംഭവമാണ് മൽബറി. ഇത് മൽബറി ആയിരുന്നു. ഉണ്ട് ഇത് ഓൾറെഡി ഇപ്പം ഉണ്ട്, പക്ഷേ ആ ഒരു അതിൻ്റേതായിട്ടുള്ള സീസൺ ആകുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇനി ഈ പറയുന്ന ഗാർഡനിങ്ങും അവിടെ ഫ്രൂട്ട്സിൻ്റെ ഫാമിങ്ങും വെജിറ്റബിൾ ഫാമിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു കേവ് ഉണ്ട്. അവർ ആരോ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോകണം. ഗൈഡ് തന്നെ നമ്മളെ വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ആ വലിയ ഒരു പാറ കണ്ടല്ലോ, ഈ പാറയുടെ നടുക്ക് കൂടെ വേണം നമ്മൾ അപ്പുറത്തോട്ട് പോകാനായിട്ടാ. അപ്പോൾ വേറെ അപകടങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ പാറയൊക്കെ ഉള്ളിൽ കൂടെ കയറി വന്നു. ഇവിടെ നിന്ന് കയറി വരുമ്പോഴാണ് നമ്മളിനി കാണുന്ന അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം കുത്തി ഒഴുകണ നദി എന്നൊക്കെ പറയില്ലേ, അയ്യോ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണം, കിളിയുടെ സൗണ്ടും അങ്ങനെ നദി കുത്തി ഒഴുകണ സൗണ്ട് എന്തൊരു ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഇത്ര നാൾ നമ്മൾ അറിയാണ്ട് പോയല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇനി ഇവിടെ പോകാതെ, കാരണം ഒത്തിരി പേർക്കത് അറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയൊന്നുമല്ല തിരക്കാണ്ടത്, ഇതിലപ്പുറം ഇവിടെ തിരക്ക് കാണേണ്ടതാണ്. പക്ഷെ ഒത്തിരി പേർക്ക് അറിയില്ല ടാറ്റയുടെ ഒരു ഫാം ഇങ്ങനെ മൂന്നാറിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഇപ്പം വരുന്നുണ്ട്. ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടു.
ആ റീലിൽ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തേക്കാണ്. ആ വീഡിയോയിൽ ഇവിടെ നിന്നുള്ള സ്ട്രോബെറി, മൽബെറി, ബ്ലൂബെറി കാര്യങ്ങളൊക്കെ കുട്ടി കാണിക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല വലിയ വലിയ ഫ്രൂട്ട്സാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അന്ന് പോയപ്പോൾ ചെറുതായിരുന്നു, ഇപ്പം എല്ലാം വലുതായി. അപ്പോൾ ഇത് അന്ന് നിങ്ങൾ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ എന്താ, നമ്മൾ തിരിച്ചെല്ലാം കണ്ടു കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ ഈ കൗണ്ടറിൽ തന്നെ നമുക്ക് യൂക്കാലിയുടെയും പിന്നെ അവിടെ ടീ ട്രീയുടെയും കാര്യങ്ങൾ കുറേ എസെൻസും അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. നമ്മൾ കുറേ സ്ട്രോബെറി ജാം വാങ്ങിച്ച് തിരിച്ച്